ബിഗ് ബോസ് വളരെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ ടാസ്ക് നൽകിയിരിക്കുന്നത്. ലക്ഷ്മിയോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയതിനു ശേഷം അവിടെയുള്ള ടാസ്ക് ഫയൽ വായിക്കുവാൻ പറഞ്ഞു. അതിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയോട് പറഞ്ഞു, അടുത്ത ആളോട് നിങ്ങൾ ആ സ്റ്റോറി ബൈഹാർട്ടായി പറയണം. ലക്ഷ്മി വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തതായി വന്ന അനുമോളോട് ഈ സ്റ്റോറി വിശകലനം ചെയ്തു. എന്നാൽ സ്റ്റോറിയിലെ അവിടെയും ഇവിടെയുമെല്ലാം തൊടാതെയായിരുന്നു ലക്ഷ്മി പറഞ്ഞത്. കാരണം ഒരു തവണയല്ലേ വായിച്ചുള്ളൂ, അത് ബൈഹാർട്ടാക്കാനുള്ള സമയമൊന്നും ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഏകദേശ രൂപത്തിലേക്ക് ലക്ഷ്മി എത്തിച്ചു. ഇനി അനുമോളാണ് ആ സ്റ്റോറി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അനുമോൾ അക്ബറിന് സ്റ്റോറി പറഞ്ഞു കൊടുത്തു. അക്ബറിന് സ്റ്റോറിക്കിടയിൽ ചില സംശയങ്ങളെല്ലാം വന്നെങ്കിലും അക്ബർ ആ സ്റ്റോറി കേട്ടതിന് ശേഷം അടുത്ത ആൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്നത് അക്ബറിന്റെ ഊഴമായിരുന്നു. അക്ബർ ആ സ്റ്റോറി പിന്നീട് പറഞ്ഞത് നൂറയോടായിരുന്നു. നൂറയ്ക്ക് സത്യം പറഞ്ഞാൽ കിളിപോയ അവസ്ഥയായിരുന്നു. നൂറ കുറച്ച് കോഴിക്കോടൻ ഭാഷയെല്ലാം അതിൽ മിക്സ് ചെയ്തുകൊണ്ട് അടുത്തതായി വന്നിരുന്ന റെനയ്ക്ക് സ്റ്റോറി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. റെനയും ഒട്ടും കുറച്ചില്ല. റെനയുടെ ഭാഷയിലും, അതായത് കോഴിക്കോട് കുറച്ചും കൂടി മിക്സ് ചെയ്തുകൊണ്ട് അടുത്തതായി വന്ന ബിന്നിക്ക് സ്റ്റോറി പറഞ്ഞു കൊടുത്തു. ഇതിനിടയിലെല്ലാം സ്റ്റോറി വഴി തെറ്റി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബിന്നി കേട്ട സ്റ്റോറി ബിന്നി പ്രവീണിന് പറഞ്ഞു കൊടുത്തു. പ്രവീൺ അതിൽ തൻ്റെതായ ഇൻപുട്ടുകളെല്ലാം നൽകിക്കൊണ്ട് അത് അനീഷിന് വിവരിച്ചു കൊടുത്തു. അനീഷ് ആ സ്റ്റോറി ഷാനവാസിന് കൈമാറി. ഷാനവാസ് ആ സ്റ്റോറി നെവിന് കൈമാറി. നെവിൻ ഈ സ്റ്റോറി കേട്ട് കിളി പോയ പോലെ നിൽക്കുകയായിരുന്നു. നെവിൻ ചോദിച്ചു, ഈ ഷാനവാസ് ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞ സ്റ്റോറി എന്തുവാ? സ്റ്റോറിക്ക് ഒരു തലവും വാലുമില്ല, അതുപോലെ ഒരു പഞ്ചുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ സ്വന്തമായി തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കി. കഥയിലില്ലാത്ത ഒരു കഥാപാത്രമായി ഒരു കൊച്ചു കുട്ടിയെയെല്ലാം ചേർത്ത് നെവിൻ ഒരു സ്റ്റോറി അങ്ങ് ബിൽഡ് ചെയ്തു. നെവിൻ്റെ അടുത്ത് നിന്ന് സ്റ്റോറി കേൾക്കുവാൻ വന്നത് ജിസേലായിരുന്നു. ജിസേൽ ഇത് കേട്ട് ആകെ കിളിപോയി നിൽക്കുകയായിരുന്നു. ജിസേൽ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടും നെവിൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ജിസേലിൻ്റെ സംസാരം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ കോമഡിയാണല്ലോ. ജിസേലിൻ്റെ ഭാഷയിലൂടെ സ്റ്റോറി വന്നപ്പോൾ അതെല്ലാം കൂടി ഒരു തെലുങ്ക് കന്നഡ സ്റ്റോറി പോലെയായി. ജിസേൽ ഇനി സ്റ്റോറി പറയേണ്ടത് ആര്യനോടായിരുന്നു. ആര്യൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇത് മലയാളമല്ലേ എന്ന്. അപ്പോൾ ജിസേൽ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന്. ആര്യൻ പിന്നെ ഒന്നും നോക്കിയില്ല. ജിസേൽ പറഞ്ഞ പോലെ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുത്തു. ആര്യൻ സ്റ്റോറി പറഞ്ഞു കൊടുത്തത് ആദിലക്കായിരുന്നു. ആദിലയിൽ നിന്ന് അത് മസ്താനിയിലേക്ക് എത്തി. മസ്താനിയിൽ നിന്ന് അഭിലാഷിലേക്കും, അഭിലാഷിൽ നിന്ന് സാബുമാനിലേക്കും, സാബുമാനിൽ നിന്ന് ജിഷിനിലേക്കും. സത്യം പറഞ്ഞാൽ 1.5 പേജോളമുള്ള സ്റ്റോറി പറഞ്ഞു വന്നപ്പോൾ വെറും 2 ലൈനിൽ ഒതുങ്ങിപ്പോയി. അതും മലയാളത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കായി പോയി. അവസാനം കേട്ട ജിഷിൻ വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്റ്റോറി എന്താണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കോമഡി തന്നെയായിരുന്നു. പിന്നെയാണ് ജിഷിൻ ആ ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്ന സ്റ്റോറി എല്ലാവർക്കും മുന്നിലും വായിച്ചു കൊടുത്തത്. സത്യത്തിൽ ഇത് ഒരു കോമഡി ടാസ്ക് ആയിരുന്നു. എന്നാൽ ഈ ടാസ്കിൽ ബിഗ് ബോസ് പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ലൊരു മെസ്സേജ് കൂടി അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്ന സ്റ്റോറി നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടേതായ 1-2 ഇൻപുട്സ് ഇട്ടുകൊണ്ടായിരിക്കും പറയുക. അത് ഒരാളെക്കുറിച്ച് നല്ലതായാലും ശരി, മോശമായാലും ശരി. ഇത് ഉണിയലിൻ്റെ കാര്യത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റുമായി നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഉണിയലിൻ്റെയും മസ്താനിയുടെയും വിഷയം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് പല രീതിയിലും ഡൈവേർട്ടായി പോയി. ഈ സ്റ്റോറിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ നെവിനോട് ചോദിച്ചു, ഈ സ്റ്റോറിയിലൊന്നുമില്ലാത്ത പുതിയൊരു കഥാപാത്രം, ഒരു കൊച്ചിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് ലാലേട്ടൻ നെവിനോട് ചോദിച്ചത്. അപ്പോൾ നെവിൻ പറഞ്ഞു, ഷാനവാസ് പറഞ്ഞ സ്റ്റോറിക്ക് ഒരു പഞ്ചും തോന്നിയില്ല, അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത്. നമ്മളെക്കുറിച്ച് ഒരാൾ ഇല്ലാത്തത് പറയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും കുറച്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും സമൂഹത്തിന് മുന്നിൽ നമ്മളെ പ്രദർശിപ്പിക്കുക. കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.